ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മീൻകറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നല്ല തേങ്ങ വറുത്തരച്ചൊരു മീൻകറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് പറ്റിയ മീൻ ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഉലുവയും ഈ ചെറിയ ജീരകമില്ലേ, ഒരു ലേശം 2-3 ജീരകവും ഉലുവയും പിന്നെ 2-3 കുരുമുളക്, പിന്നെ ചെറിയ ഉള്ളി ഒരു 2-3 ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി കൂടി ഇട്ട് വാട്ടിയതിന് ശേഷം ഒരു ലേശം തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ലേശം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചാറ് വല്ലാണ്ട് കുറുകിപ്പോകും. പിന്നെ അതിൽ നിന്ന് കറിവേപ്പില ഇട്ടിട്ട് മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ലേശം ഇട്ടിട്ടുള്ളൂ, മല്ലിപ്പൊടി കേട്ടോ, തേങ്ങ ഉള്ള കാരണം. എല്ലാം കൂടി വറുത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് മൂത്തതിന് ശേഷം നേരിയതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. 2-3 പച്ചമുളക് നെടുകെ കീറിയിട്ടതും കൂടെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിനകത്തേക്ക് ചേർക്കണം. ഒന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടിക്കിട്ടിയാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഈ അരപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. അരപ്പൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാടിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ജാറ് കഴിയ വെള്ളം ഇരിക്കുന്നുണ്ട്, അതും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം അതും കൂടി ഒഴിച്ചേക്കാം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഈ വറുത്തരച്ച് വയ്ക്കണ മീനൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കണതാണ് നല്ലത്. അതും കൂടി ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷമാണ് എടുക്കുന്നത്. പിന്നെ 2 ചെറിയ കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, എനിക്ക് കൈപ്പാങ്ങാണ് ഉപ്പ് കേട്ടോ, കൈ കൊണ്ട് ഇട്ടാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഗ്രേവി. അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് മീനൊക്കെ ഇടാം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ചെമ്പല്ലിക്ക് അധികം വേവില്ലല്ലോ. ഇതൊക്കെ എടുത്തിട്ടതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് അടച്ച് വേവിക്കുക, എന്നിട്ട് പതുക്കെ ഒന്ന് തുറന്നിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലാവുന്നൊരു മീനാട്ടോ. അപ്പോൾ ഒക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ തേങ്ങ ലേശം വറുത്തരച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. പിന്നെ ഇതിനകത്തേക്ക് ഉപ്പും ഒക്കെ ചേർന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒറ്റ പ്രാവശ്യത്തെ ഉപ്പിടേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഞാൻ കൈ കൊണ്ട് ഇടുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കിട്ടും, സ്പൂണിൽ എനിക്കത് കിട്ടില്ല. അപ്പോൾ നല്ലൊരു മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നല്ല തേങ്ങ വറുത്തരച്ചൊരു മീൻകറി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉള്ളി വറുത്തിട്ടിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു 2-3 ചെറിയ ഉള്ളിയില്ലേ അതരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മീൻകറി ഇഷ്ടമായെങ്കിലേ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. നല്ല സ്വാദുള്ളൊരു കറിയാണ്, ചെമ്പല്ലി വെച്ചിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ചൊരു മീൻ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.